ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് NSCJS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 8th ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി 9th ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അപ്പം 9th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടു എഫക്റ്റ് ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പേംസ്, അതായത് എന്താണ്, ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എന്താണ് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ഓൺ ദ സ്റ്റിഗ്മ ആൻഡ് ഗിവ് ഔട്ട് pollen tubes which grow through the style and reach the ovule where male gametes are discharged close to the egg. അതായത് എന്താണ്, നമ്മളെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുമ്പം അവിടെ പോളൻ ട്യൂബ് ഉണ്ടാവും. അതിലൂടെ പോളൻ ഗ്രെയിൻസിനെ എവിടേക്ക് എത്തിക്കുന്ന പറഞ്ഞേ? ഒവ്യൂളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓവറിൻ്റെ പാർട്ടായുള്ള ഒവ്യൂളിലേക്ക് എത്തിക്കുന്ന പറഞ്ഞു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒവ്യൂളിനെ നമ്മൾ വേറെ പേരും കൂടി പറയില്ല, എഗ് എന്നും കൂടി പറയും. സപ്പോസ് എ ബ്രിഞ്ചൽ പ്ലാൻ ഹാസ് പ്രൊഡ്യൂസ് 300 സീഡ്സ്. ഒരു ബ്രിഞ്ചലിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഉള്ളിൽ എന്താ 300 സീഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇൻ എ പെർട്ടിക്കുലർ ഫ്രൂട്ട്, ഒരു ഫ്രൂട്ടിൻ്റെ അകത്ത് 300 സീഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഹൗ മെനി സെൽ ഡിവിഷൻസ് വിൽ ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഡിസൈഡ് ഫ്രൂട്ട്? അതായത് ഒരു ഫ്രൂട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്ര, ആ ബ്രിഞ്ചൽ പ്ലാന്റിൽ എത്ര ഡിവിഷൻസ്, സെൽ ഡിവിഷൻസ് നടന്നിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ തന്നിട്ടുള്ളത് 250 മിയോട്ടിക് ഡിവിഷൻസ് ആണ്. ബി തന്നിട്ടുള്ളത് 375 മിയോട്ടിക് ഡിവിഷൻസ് ആണ്. സി തന്നിട്ടുള്ളത് 375 മൈറ്റോട്ടിക് ഡിവിഷൻസ് ആണ്. ഡി തന്നിട്ടുള്ളത് 300 മൈറ്റോട്ടിക് ആൻഡ് 125 മിയോട്ടിക് ഡിവിഷൻസ് ആണ്. അപ്പം നമ്മൾ നോക്കാം അല്ലേ, നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് ഒരു പോളൻ ഗ്രെയിൻ ഉണ്ടാവണമെങ്കിൽ എന്താണ്, പോളൻ ഗ്രെയിൻ ഉണ്ടാവുന്നത് നമുക്കറിയാം മൈക്രോസ്പോർ മദർ സെൽ, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ, അഥവാ നമ്മൾ പോളൻ മദർ സെൽ എന്ന് പറയുന്ന ആ ഒരു മൈക്രോസ്പോർ മദർ സെല്ലിന് നമ്മൾ വേറെ പേരും കൂടി വിളിക്കും. നമ്മളെന്ത് വിളിക്കും? പോളൻ മദർ സെൽ, അല്ലെങ്കിൽ PMC അല്ലേ. മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ നമ്മൾ പോളൻ മദർ സെല്ലും കൂടി പറയും, PMC. നമ്മൾ PMCന്ന്, ഈ PMC ആണെന്താ പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മെയിൽ ഗെമീറ്റ് ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മൈക്രോസ്പോർ മദർ സെല്ല് ഒരു മിയോട്ടിക് ഡിവിഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പോളൻ ഗ്രെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പോളൻസ് ഉണ്ടാക്കും? 4 പോളൻ ആണെന്ത് നമ്മൾ ഒരു മിയോട്ടിക് ഡിവിഷൻ, ഒരു 1 മിയോട്ടിക് ഡിവിഷൻ ഓഫ് പോളൻ മദർ സെൽ ഗേവ്സ് 4 പോളൻ. അതായത് 4 പോളൻസ് എന്ത് ചെയ്യും, നമുക്ക് 1 മിയോട്ടിക് ഡിവിഷൻസ് നടന്നാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൻ്റെ 1 മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് 4 പോളൻസ് കിട്ടും. ഇനി എന്താണ്, ഒവ്യൂളായിട്ട് എഗ്ഗായിട്ട് മാറുന്ന എന്താണ്? മെഗാസ്പോർ മദർ സെൽ, അല്ലെങ്കിൽ MMC എന്ന് പറയണ ആ ഒരു സെല്ലാണ് എന്താ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് നമ്മളുടെ എഗ്ഗ് ഉണ്ടാവുന്നത്. മെഗാസ്പോർ മദർ സെൽ, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ എഴുതാണെങ്കിൽ എന്താണ്, MMC എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. MMC എന്നാണ് നമ്മൾ എഴുതുക. ഒരു MMC, അതായത് ഒരു MMC ഡിവൈഡ്, അല്ലെങ്കിൽ ഒരു മിയോട്ടിക് ഡിവിഷൻ ഓഫ് 1 MMC ഗീവ്സ് ഓൺലി 1 egg. അതായത് ഒരു എഗ്ഗ് ഉണ്ടാവണമെങ്കിൽ ഒരു MMCയിൽ ഒരു മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഒറ്റ എഗ്ഗ് ഉണ്ടാവുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മൈക്രോസ്പോർ മദർ സെൽ, അല്ലെങ്കിൽ പോളൻ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നുണ്ട്? അപ്പം 4 പോളൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് 300 സീഡ്സ് ആണ് അല്ലേ. അപ്പോൾ 300 സീഡ്സ് ഉണ്ടാവണമെങ്കിൽ എത്ര ഫെർട്ടിലൈസേഷൻ നടക്കണം? 300 ഫെർട്ടിലൈസേഷൻ നടക്കണം അല്ലേ. 300 എന്താണ്, ഫ്യൂഷൻസ് നടക്കണം. 300 ഫ്യൂഷൻസ് നടക്കണമെങ്കിൽ 300 പോളൻ ഗ്രെയിൻസും വേണം, 300 എഗ്സും വേണം, റൈറ്റ്. അപ്പം നമുക്ക് ഇവിടെ ഒരു മിയോട്ടിക് ഡിവിഷൻസിൽ ഒരു എഗ്ഗാണ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് എന്താണ്, 300 എഗ്സും 300 പോളൻ ഗ്രെയിൻസും നമുക്ക് ഫ്യൂസ് ആയാലാണ് എന്ത് 300 സീഡ്സ് ഉണ്ടാവുക. അപ്പം നമുക്ക് എത്ര മിയോട്ടിക് ഡിവിഷൻസ് ഇവിടെ 300 എഗ്സിന് വേണം? 300 മിയോട്ടിക് ഡിവിഷൻസ് നടന്നാലാണ് എന്ത് 300 മിയോട്ടിക് ഡിവിഷൻസ് നടന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? 300 എഗ്സ് ഇവിടെ ഉണ്ടാവാം, റൈറ്റ്. 300 എഗ്സ് ഉണ്ടാവണമെങ്കിൽ 300 മിയോട്ടിക് ഡിവിഷൻസ് ഇവിടെ നടന്നിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെൽ 300 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 300 മെഗാസ്പോർ മദർ സെൽസ് എന്ത് ചെയ്യുന്നുണ്ടാവും, സെൽ ഡിവിഷൻസ് നടന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ എന്താണ്, ഒരു മിയോട്ടിക് ഡിവിഷൻസിൽ 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് എത്രയാണ്, ഇതിൻ്റെ by4 മതി അല്ലേ. നമുക്ക് by4 മതി. അപ്പം 300/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 75 മിയോട്ടിക് ഡിവിഷൻസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 75 മിയോട്ടിക് ഡിവിഷൻസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 300 പോളൻ ഗ്രെയിൻസ് കിട്ടും. 300 പോളൻസ്, അല്ലെങ്കിൽ നമുക്ക് മെയിൽ ഗെമീറ്റ് കിട്ടും. അപ്പം നമുക്ക്
300 പോളൻ ഗ്രീൻസ് ഉണ്ടാവണമെങ്കിൽ 75 മിയോട്ടിക് സെൽ ഡിവിഷൻസ് നടക്കണം. അതേപോലെ തന്നെ നമുക്ക് 300 എഗ്സ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എത്ര നടക്കണം? 300 മിയോട്ടിക് ഡിവിഷൻസ് മെഗാസ്പോർ മദർ സെല്ലിൻ്റെ അത് നടക്കണം. അപ്പം 300 മിയോട്ടിക് ഡിവിഷൻ ഇവിടെ നടന്നില്ലേ? ഇനി ഇവിടെ എന്ത് നടക്കണം? 75 മിയോട്ടിക് ഡിവിഷൻസ് നടക്കണം. എന്നാലേ എന്ത് നടക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ ഓഫ് 300 മെയിൽ ഗെമീറ്റ്സ് ആൻഡ് ഫീമെയിൽ ഗെമീറ്റ്സ് ഒക്കർ. അപ്പം ആ ഒക്കർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സീഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇവിടെയും 300 വേണം, ഇവിടെയും 300 വേണം. ഇവിടെ നടക്കുന്നത് 300 മിയോട്ടിക് ഡിവിഷനാണ്, ഇവിടെ നടക്കുന്നത് എന്താണ്? 75 മിയോട്ടിക് ഡിവിഷൻസ് ആണ്. അപ്പം നമുക്ക് ടോട്ടൽ സെൽ ഡിവിഷൻസ് നടക്കുന്നത് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ലേ? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 375 മിയോട്ടിക് ഡിവിഷൻസ് ആണ് എന്താ ഇവിടെ ടോട്ടലായിട്ട് നടക്കേണ്ടത്. നമുക്ക് ഡിസൈഡ് ആയുള്ള ഫ്രൂട്ടിൽ 300 സീഡ്സ് വേണമെങ്കിൽ 300 ഫെർട്ടിലൈസേഷൻ നടക്കണം. 300 ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ 300 പോളൻസും വേണം, 300 എന്ത് വേണം? എഗ്ഗും വേണം. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ 375 മിയോട്ടിക് ഡിവിഷൻസ് അല്ലെങ്കിൽ 375 മിയോട്ടിക് ഡിവിഷൻസ് എവിടെ നടക്കണം? ഇവിടെ നടക്കണം. അപ്പോൾ ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ള 375 മിയോട്ടിക് ഡിവിഷൻസ് ഇതാണ് എന്താ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 9th ക്വസ്റ്റ്യൻ NSE-JS പ്രീവിയസ് ഇയറിലുള്ള 9th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 9th ക്വസ്റ്റ്യൻ്റെ ഇത് ഈസി ആയിട്ടുള്ള കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സെൽ ഡിവിഷൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആൻസർ ബി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 10th ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ആൾ.